ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇപ്പോൾ HSCയുടെ വിവിധ വിഷയങ്ങളിലെ ഈ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളെ കഴിഞ്ഞു, ഇനി ഒന്ന് രണ്ട് വിഷയങ്ങളെ കൂടെ ബാക്കിയുള്ളൂ. അപ്പം ഈ സന്ദർഭത്തിൽ ഈ കുട്ടികളുടെയൊക്കെ ആകാംക്ഷ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ പരീക്ഷ അതിപ്പോൾ എത്ര ടഫായാലും ഈസിയായാലും ആവറേജ് ആയിരുന്നാലും നമ്മൾ എഴുതിയ പരീക്ഷയുടെ നമ്മുടെ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എത്ര ആയിരിക്കും എന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ അതുവരെ ബന്ധപ്പെട്ട 2-3 വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ചില വിഷയങ്ങളുടെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു വിഷയങ്ങളുടെ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ഈ കട്ട് ഓഫ് മാർക്കിനെ മാത്രം ആശ്രയിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം കണ്ടെത്താൻ കഴിയുന്ന അപ്പുറത്തേക്ക് നമുക്ക് നിയമനം കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ ഈ കട്ട് ഓഫ് മാർക്കിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ മാർക്ക് നേടാനുള്ള നമ്മുടെ ഒരു താല്പര്യം കുറഞ്ഞു വരിക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയുള്ള മാർക്കാണ്. ഒരു ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണവും വേക്കൻസിയുടെ എണ്ണവും പരീക്ഷയുടെ നിലവാരവും വെച്ചിട്ട് ആണ് കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നതെന്ന് ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിലെ അങ്ങനെ നിർണ്ണയിക്കുമ്പോൾ ആ ലിസ്റ്റിലെ ഏറ്റവും കുറവ് ഉള്ള മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ ടോപ്പ് മാർക്കായിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് ഒരു വിഷയത്തിൽ ഇപ്പോൾ 50 മാർക്കാണ് അല്ലെങ്കിൽ 45 മാർക്കെങ്കിൽ ആ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് മാർക്ക് 60, 70, 75, 80 ഒക്കെ ഉള്ളത് ഉണ്ടാവും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വരിക ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയതല്ലേ. അപ്പൊ ഏറ്റവും ടോപ്പിലുള്ളവർക്ക് ആദ്യം നിയമനം കിട്ടുക. അപ്പൊ ആദ്യം നിയമിക്കുന്നത് ആരായിരിക്കും? ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അന്തിമമായിട്ടുണ്ടാവുന്ന ആ റാങ്ക് ലിസ്റ്റിൽ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ആ കട്ട് ഓഫ് മാർക്കിൽ ഏറ്റവും താഴെയുള്ള ആളായിരിക്കില്ലല്ലോ ആദ്യം പോസ്റ്റിന്. ഏറ്റവും കുറഞ്ഞ മാർക്കുള്ളവരാവില്ലല്ലോ. ഏറ്റവും ടോപ്പ് മാർക്കുള്ളവരായിരിക്കും മുകളിൽ വരിക. അവരായിരിക്കും മുകളിലത്തെ റാങ്ക് ഉണ്ട്. ഉയർന്ന റാങ്ക് അവർക്കാണല്ലോ കിട്ടുക. ഏറ്റവും ടോപ്പുള്ളവർക്കല്ലേ ഉയർന്ന റാങ്ക് കിട്ടുക. ഏറ്റവും കുറഞ്ഞ മാർക്കുള്ളവർക്ക് താഴ്ന്ന റാങ്കിലേ കിട്ടുള്ളൂ. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുന്നതിന് മുമ്പ് അവർക്ക് നിയമനം കിട്ടുമെന്നതാ ഉറപ്പ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പലരും നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സാർ അവിടുത്തെ ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് എത്രയാണ് ഓരോ വിഷയത്തിന്റെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ പരീക്ഷയുടെ നിലവാരം വേക്കൻസിയുടെ എണ്ണവും അതുപോലെ തന്നെ ഓരോ പരീക്ഷയുടെ നിലവാരം വെച്ചിട്ടാണല്ലോ കണക്കാക്കുന്നത്. അതിന് PSC ചെയ്യുന്നേ ഉള്ളൂ. അത് അടുത്തൊരു പബ്ലിഷ് ചെയ്യും. ഇതിന് മുമ്പത്തെ തൊട്ടുമുമ്പുള്ള 1-2 പരീക്ഷകളുടെ കട്ട് ഓഫ് മാർക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ജില്ലയിലും അപ്പം ഓരോ വിഷയങ്ങളുടെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ. ഓരോ വിഷയങ്ങളിലെ മുൻ പരീക്ഷകളുടെയൊക്കെ കട്ട് ഓഫ് മാർക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ഓഫ് മാർക്ക് നോക്കി എന്നതിന് കുഴപ്പമില്ല. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കട്ട് ഓഫ് മാർക്ക് ആയിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഊന്നൽ നൽകേണ്ടത്. അന്നേരം നമ്മൾ ടോപ്പ് മാർക്ക് എത്രയാണെന്ന് നോക്കണം, അതിനനുസരിച്ച് പഠിക്കണം. പിന്നെ പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ടോപ്പ് മാർക്കായിരിക്കണം. അതുകൊണ്ട് നമ്മൾ കട്ട് ഓഫ് മാർക്ക് മാത്രം നോക്കാതെ കഴിഞ്ഞ പരീക്ഷകളുടെ ടോപ്പ് മാർക്കും കൂടി ഒന്ന് പരിശോധിക്കുക. അത് രണ്ടും നോക്കണം. ടോപ്പ് മാർക്ക് നോക്കണം, കട്ട് ഓഫ് മാർക്ക് എത്ര നോക്കണം. അപ്പോഴേ നമ്മൾ അതിലേക്ക് ടാർഗറ്റ് ചെയ്യണം. നമ്മുടെ ഊന്നൽ കട്ട് ഓഫ് മാർക്കിലേക്ക് മാത്രം വരാൻ പാടില്ല. അപ്പൊ അക്കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഒന്ന് ധരിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പരീക്ഷകളൊക്കെ ഏതായാലും കഴിഞ്ഞു. നമ്മുടെ കഴിവിന്റെ അനുസരിച്ച് നമ്മൾ അപ്പുറത്തോട്ട് പഠിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടാം. നമുക്ക് നമ്മുടെ ലിസ്റ്റിലൊക്കെ നമ്മളെല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ എന്നുള്ള ആത്മാർത്ഥയുടെ ആഗ്രഹമാണ് നമുക്കുള്ളത്. പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച് പരീക്ഷ എഴുതി എല്ലാ കുട്ടികളും ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ് നമുക്കുള്ളത്. അങ്ങനെ ലിസ്റ്റ് ഉൾപ്പെടുകയും നിയമനം കിട്ടുകയും ചെയ്യട്ടെ. പക്ഷേ അതാ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ലിസ്റ്റിൽ ഇടം കണ്ടെത്താൻ കഴിയാത്തത്, ഇത്ര എഴുതിയ പരീക്ഷയുടെ ലിസ്റ്റിൽ ഇടം കണ്ടെത്താൻ കഴിഞ്ഞവരും കാലാവധി കഴിയുമ്പോഴേ നമുക്ക് നിയമനം കിട്ടുമല്ലെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ചിലപ്പോൾ നമുക്ക് അടുത്ത ചാൻസ് എഴുതേണ്ടി വരുമല്ലോ. അതുപോലെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ എന്തായാലും അടുത്ത ചാൻസ് എഴുതേണ്ടി വരും. അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലെ ടാർഗറ്റ് എന്തായിരിക്കണം? കഴിഞ്ഞ പ്രാവശ്യത്തെ എന്റെ വിഷയത്തിലെ ഈ പരീക്ഷയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ലയിൽ, ഞാൻ പരീക്ഷ എഴുതുന്ന ജില്ലയിലെ ടോപ്പ് മാർക്ക് എത്രയായിരിക്കണം എന്നതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചോദ്യം എന്ന് പറയാം. ആ ടോപ്പ് മാർക്ക് എത്രയാണ് അതിന് വെച്ചിട്ട് ഞാൻ പഠിക്കും. ആ ടോപ്പ് മാർക്ക് എത്രയാണെന്നുള്ളതായിരിക്കണം നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ടോപ്പ് മാർക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പഠിക്കുക. എന്തായാലും നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉയർന്ന റാങ്കോട് കൂടി നമ്മൾ ഉൾപ്പെടും എന്നതിൽ ഒരു സംശയമില്ല.
അപ്പൊ അങ്ങനെ പഠിക്കാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നവരൊക്കെ ഞാൻ പഴയ ഇതിനു മുമ്പത്തെ തൊട്ട് മുമ്പത്തൊന്നോ രണ്ടോ പരീക്ഷകളുടെ കട്ട് ഓഫ് മാർക്കും ടോപ്പ് മാർക്കും നിയമനത്തിൽ നടന്നു, അഡ്വൈസ് എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങളുള്ള ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PSCയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, എല്ലാ പരീക്ഷകളുടെയും ലേറ്റസ്റ്റ്, PSCയുടെ കോമൺ ആയിട്ട് പലരും എഴുതുന്ന പിന്നെ PSC പരീക്ഷകളുടെ അപ്ഡേറ്റ്സ് യഥാസമയം ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ ആ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് തൊഴിലന്വേഷകരായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൈമാറുക. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ പരീക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള അഭിപ്രായങ്ങളും കമന്റ്സും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, ഇതുപോലുള്ള പുതിയ ഇൻഫർമേഷൻ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.